ഹലോ ഓൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൊല്ലത്തെ ക്രിസ്മസ് ഒക്കെ വന്നു കേട്ടോ. അറ്റ് എ ടൈം ആശ്രാമത്ത് കുറേ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകം ഫെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അത് കാണാനല്ല വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ള് കുറേ സാന്താക്ലോസിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഫെസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ വന്ന് കാണാം. ഇനി നമ്മൾ വേറൊരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മളിന്ന് ആശ്രാമത്ത് തന്നെ നടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും അമ്മയും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ ഷോയുടെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിനുള്ളിൽ കയറാനായിട്ട് ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് ചെടിയൊക്കെ മേടിക്കാം എന്നുള്ള ധാരണയിലാണ് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറേ പൂക്കളൊക്കെ കണ്ടു തുടങ്ങാം. ആസ് യൂഷ്വൽ എപ്പോഴും ഭംഗി കൂട്ടുന്ന റോസിൻ്റെ സെഷൻ തന്നെയാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എപ്പോഴും ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ആണല്ലേ, ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ പൂക്കളും അതുപോലെ തന്നെ ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെപ്പോഴും കൊല്ലത്ത്, സ്പെഷ്യലി കൊല്ലത്ത് ഫെസ്റ്റ് വരുമ്പോൾ, ഫ്ലവർ ഷോ വരുമ്പോൾ എല്ലാവരും പോയി കാണാറുണ്ട്. എൻ്റെ അമ്മയും ഞാൻ ഗാർഡനിങ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ ഫ്ലവർ ഷോ വന്ന് എന്ന് പറഞ്ഞപ്പോഴേ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോവാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് മിക്ക ടൈപ്പിലുള്ള ചെടികളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി നറേറ്റ് ചെയ്യുന്നില്ല. ഞാൻ എടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അവിടുത്തെ പൂക്കളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഈ കാണുന്ന പൂവ് നമ്മൾ മിക്കവാറും ഊട്ടിയിലൊക്കെ പോകുമ്പോൾ മേടിക്കാറൊക്കെ ഉള്ള പൂവാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന ചെടികളല്ല. അപ്പോൾ ഇതൊക്കെ മേടിച്ചാലും വളർന്നു കിട്ടാൻ വലിയ പാടാണ്. മാത്രമല്ല നല്ല ചൂടുണ്ടായിരുന്നു ഇതിനുള്ളിൽ. ശരിക്കും ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ്. ചില വീടുകളിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. എന്ത് ഭംഗിയോടെയാണ് ഓരോ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ മസ്റ്റായിട്ടും വരിക. കുറേ നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. പ്ലസ് നമുക്ക് ഇവിടുന്ന് കുറേ ചെടികൾ മേടിക്കാൻ പറ്റുന്ന സെഷനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇൻഡോർ വെക്കാൻ പറ്റുന്ന കുറച്ച് ചെടികൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഇതിൻ്റെ കുറേ സ്റ്റോൾസിലേക്കാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ചെടികളുടെ വിത്തൊക്കെ ഉള്ളൊരു പ്രത്യേകം സെഷൻ, ഒരു വലിയ സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ മേടിക്കാം. അത് കഴിഞ്ഞ് ഒരുപാട് വേറെ സ്റ്റോൾസ് ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ചെടി വിൽക്കുന്ന പ്ലേസിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇൻഡോർ പ്ലാന്റ്സ് നോക്കിയാണ് പോയത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല, അത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ കുറച്ച് അല്ലാത്ത ചെടികളൊക്കെ നോക്കാം, പറ്റുമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം മേടിക്കാം എന്ന് വിചാരിച്ചു. ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് തോന്നി, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണം മേടിച്ചു. പിന്നീട് നോർമൽ നഴ്സറിയിൽ നിന്നും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് ചെടികളുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് മുല്ല, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ചെടിയൊക്കെ മേടിച്ചു. അത്രേ കിട്ടിയുള്ളൂ, ഇൻഡോർ ഒന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലത്തിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ഷോ. ഇത് ജനുവരി 5 വരെ ഉണ്ട് ഫ്ലവർ ഷോ. അപ്പോൾ കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചെടികളൊക്കെ ഇഷ്ടമുള്ളവരും ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരും വന്ന് നോക്കുക, കണ്ടു നോക്കുക. ഇഷ്ടമുള്ള ചില ചെടികളൊക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.